വിഷരഹിത പച്ചക്കറി കൃഷിക്ക് മണ്ണൊരുക്കാൻ ഒരു സൂര്യകാന്തി പാടം തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് പത്തനംതിട്ട ഏനാത്ത് 2 കർഷകർ. സൂര്യകാന്തി പൂക്കൾ കാണുന്നതിനായി ധാരാളം ആളുകളാണ് എത്തുന്നത്. കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ 20 രൂപ ടിക്കറ്റ് നിരക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലാഭത്തിന് വേണ്ടിയല്ല പത്തനംതിട്ട ഏനാത്ത് സ്വദേശികളായ മനുവും അനിലും സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. 9 ഏക്കറോളം സ്ഥലത്ത് ഇവർക്ക് പച്ചക്കറി കൃഷിയുണ്ട്. തുടർച്ചയായി പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ മണ്ണിന്റെ വളക്കൂറ് കുറയും. വളക്കൂർ വീണ്ടെടുക്കാൻ ഇരുവരും കണ്ടെത്തിയ മാർഗമാണ് സൂര്യകാന്തി പൂക്കൃഷി. ധാരാളം ആളുകളാണ് കുടുംബസമേതം ഏനാത്ത് പാലത്തിന് സമീപത്തെ ഈ സൂര്യകാന്തി പാടം കാണാൻ എത്തുന്നത്. കടയോട് ചേർന്ന് കിടക്കുന്ന ഈ പുരയിടത്തിൽ നമ്മൾ ചേനയും കാച്ചിലും നട്ടിട്ടാൽ ആരും ഇങ്ങോട്ട് നോക്കത്ത് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വിളവെടുത്ത് മാറാവുന്ന പരിപാടി ചെയ്യണം. അത് പക്ഷേ എന്നാൽ ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കാൻ വേണം. അപ്പോൾ അതിനുവേണ്ടിയാണ് സൂര്യകാന്തി ചെയ്തത്. കുട്ടികൾക്കും കയ്യെത്തും ദൂരത്ത് സൂര്യകാന്തി പാടം കണ്ടപ്പോൾ ഏറെ സന്തോഷം. ഇഷ്ടപ്പെട്ടോ? എന്താ പൂവിന്റെ പേരെന്താ? അറിയത്തില്ല. സൂര്യകാന്തി. 8 കിലോ സൂര്യകാന്തി വിത്തുകൾ ഉണ്ടെങ്കിൽ മാത്രമേ 1 കിലോ എണ്ണ ലഭിക്കൂ. മുടക്കിനനുസരിച്ച് സൂര്യകാന്തി കൃഷി ലാഭകരമല്ല. ഈ മണ്ണിൽ അടുത്ത തവണ പച്ചക്കറി കൃഷി നടത്തുമ്പോൾ ഇരട്ടി വിളവ് ലഭിക്കുമെന്ന് ഉടമകൾ പറയുന്നു. പുതിയ പച്ചക്കറി ചെയ്യുമ്പോഴത്തേക്ക് പുതിയ ഒരു തോട്ടത്തിൽ നമ്മൾ എങ്ങനെ കൃഷി ഇറക്കുന്നോ അതേ കണക്കായിരിക്കും ഈൽഡ് കിട്ടുന്നത്. 3 ലക്ഷത്തോളം രൂപ സൂര്യകാന്തി കൃഷിക്കായി ചെലവായി. കൊടും ചൂട് സൂര്യകാന്തി കൃഷിക്ക് വെല്ലുവിളിയാണ്. ജലസേചനം കൃത്യമായി നടത്തിയതിനാൽ പൂക്കൾ വാടാതെ നിൽക്കുന്നു. ഈ മണ്ണുണങ്ങാതെ 3 നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് കിളിച്ച് ഒരു 4-5 ഇലയാവുന്നിടം വരെ. ഇതുവഴി പോകുന്നവരെല്ലാം കണ്ടിട്ടുണ്ട്. നട്ടുച്ചയ്ക്കൊക്കെ നിന്ന് നമ്മൾ ഓസ് വെച്ച് വെള്ളം അടിക്കുന്നത്. തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡിപുരത്തും ഗുണ്ടൽപേട്ടിലും ചെങ്കോട്ടയിലെ തിരുമലൈക്കോവിൽ പരിസരത്തുമൊക്കെ കണ്ടിരുന്ന സൂര്യകാന്തി പാടം സ്വന്തം നാട്ടിൽ കാണാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് എല്ലാവരും. ഏനാത്ത് പാലം ജംഗ്ഷനിലാണ് ഈ മനോഹരമായ സൂര്യകാന്തി തോട്ടമുള്ളത്. നിരവധി ആളുകളാണ് ഈ സൂര്യകാന്തി തോട്ടം കാണാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.